Deep within the coastal village of Puvar in Thiruvananthapuram lies a living, breathing piece of maritime history, untold, undocumented, and on the brink of vanishing forever. This is the world of Kaliyadi, a rare genre of Kadal Manushyarude Paattu or Sea People songs unique to this village. Kaliyadi is both a musical style and a striking folk dance. Historically, this was the heartbeat of local weddings and parish festivals. Yet today, this priceless cultural heritage is dying, mocked by modern society and colloquially dismissed as Chotukali, a mere performance for food. The tradition has lost its prestige. In this documentary, we uncover the final, fading echoes of the Kaliyadi masters fighting to rescue their identity from the tides of time. കളിയടി എന്ന് പറയുന്നത് പൂവാർ എന്ന തീരദേശ ഗ്രാമത്തിന്റെ തന്നെ സ്വന്തമായ അല്ലെങ്കിൽ തനതായ ഒരു നൃത്താവിഷ്കാരമാണ് അല്ലെങ്കിൽ കലാരൂപമാണല്ലോ. അപ്പോൾ ഈ കളിയടിയെ പറ്റി അങ്കിളിന് എന്താ പറയാനായിട്ടുള്ളത്? അപ്പൊ ഞങ്ങള് വളർന്നു വന്നപ്പോ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ എങ്ങനെ പണ്ടൊക്കെ കളിയടി അടിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയപ്പോ അത് നിങ്ങൾ കുറച്ചു പേര് ഇതൊന്ന് കളിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം ചെറുപ്പത്തിൽ 7-8 വയസ്സിരിക്കുമ്പോൾ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വിരട്ടിക്കൊണ്ട് ഓടും, കളിക്കാൻ ഓടില്ല. അതിനുശേഷം അവരൊക്കെ എല്ലാം കീപ്പോട്ട് പോയതിനു ശേഷം ആചാരുടെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഏതായാലും നമ്മൾ ഒരു കളിയെടുത്ത് തുടങ്ങാം, കുറച്ച് പയ്യന്മാർ കളിച്ചു. അപ്പൊ ഞങ്ങളെയൊക്കെ എടുത്ത് അങ്ങനെ കളിച്ച് ഇവിടെ നിന്ന് അടുമലത്തറ വരെ പോയിട്ടുണ്ട്, കൊച്ചുള്ളി വരെ പോയിട്ടുണ്ട് കളിച്ച്. എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങൾ തളർന്ന് അവിടെ എത്തി അതേ കണക്കിൽ തന്നെ തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 10-20-25 വയസ്സാകുമ്പം ആസന്മാർ വന്ന് 2 ആസന്മാർ ഞങ്ങൾക്ക് 2-3 ആസന്മാർ അവരുണ്ട്. അവർ കളിക്കുന്നവരാണ്. അപ്പൊ കളിച്ച് വന്നപ്പോ അവരുടെ കളി അങ്ങ് പോയി. ഇപ്പം നിലവിലുള്ളത് 2 ആസന്മാരുണ്ട്. അവര് നമ്മളെ കൊണ്ടുപോയി കാണാട്ടടുത്ത് കൊണ്ടുപോയി അവര് നമുക്ക് അത് പഠിപ്പിച്ച് എല്ലാം തന്നു. അപ്പോ ഈ കളിയടി നിങ്ങൾ എവിടെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞങ്ങള് ആള് സഞ്ചാരം ഇല്ലാത്തതാണ് വെച്ച് കളിക്കുന്നത്. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം ഇരിക്കുന്നു, അതിന്റെ കുറച്ച് അങ്ങോട്ട് ഈ കണ്ടൽ കാടുകളൊക്കെ കാടിന്റെ അകത്താണ് ഇരുന്ന് കളിക്കുന്നത്. ആര് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അവര് പഠിപ്പിച്ചു തരുന്നതല്ലേ ഒരു ആശാന്മാര്. അത് അടവുകളുള്ള ഇതാണ്. അവര് നമ്മളിപ്പം കായും കാലും എടുക്കുമ്പോ ചിലപ്പോ ഇടി കൊണ്ട തന്നെ അങ്ങനെയുള്ള കളികളാണ് അവര് പഠിപ്പിച്ചു തരുമ്പോ അത് നമ്മളത് ശ്രദ്ധിച്ചല്ലേ. പിന്നെ അത് വേറെ പിള്ളേര് കണ്ടിരുന്ന അത് കണക്കാക്കാണ് അവര് മറയത്ത് കൊണ്ട് നമ്മൾ പതുമലൈ നിറൈ കൊടി കയ്യിലേന്തി മാച്ചുമ നിറൈ സുസൈ മാമുനിയെ സുതി വളരുമദിനം പാദം വന്തോ തുണ ചെയ്യും സാധകനെ വാനുലകീന്താം താർഗമുത്ത മന്മല കുള്ളി തന്നിൽ വലയറിന്ത തായ് മനം വായുമി തായ് കടവിൽ ദാസയും ദൂസൈ തഞ്ചമന്തോ. അങ്ങനെ വന്ന് കളിച്ച് പ്രാക്ടീസ് ആയതിനു ഞങ്ങള് കല്യാണത്തിനൊക്കെ പോകാൻ തുടങ്ങി. ക്ഷണിക്കുന്നതിനനുസരിച്ച് നമ്മള് ഒരു ദിവസത്തിന് മുമ്പ് ഞങ്ങൾ പോയി അവിടെ 5 മണിയാകുമ്പോൾ കളിച്ച് ഒരു 6-7 മണിയാകുമ്പോൾ നിർത്തും. പിന്നെ കല്യാണം ഇപ്പൊ ഇറങ്ങുമ്പോൾ അത് തൊട്ട് നമ്മൾ കളിച്ച് അവർ കല്യാണം തീർന്ന് വീട്ടിൽ വരുന്നവരെ അവിടെ നിന്നിട്ട് നമ്മളെല്ലാം കളിച്ചിട്ട് നേരെ വീട്ടു. കല്യാണ തലേന്ന് എത്ര മണി ഏത് സമയത്താ? ഇതുപോലെ വൈകുന്നേരം കളിക്കും എന്ന് വെച്ചാൽ ഇരുട്ടുന്ന സമയം. അപ്പൊ ഇനി കല്യാണ ദിവസം ഏത് സമയത്താണ് കളിക്കുന്നത്? കല്യാണം 10 മണിക്ക് നമ്മൾ 9 മണിക്ക് തുടങ്ങും. അപ്പൊ ഇത് കളിച്ചാണ് കല്യാണ പെണ്ണെയും മാപ്പിളയും കൊണ്ടുപോകുന്നത് പള്ളിയിലോട്ട്. വൈകിട്ട് 2-3 കളി കൂടും. കാലത്തെ മൊത്തം കളിയും പോട്ടതുള്ളൂ. എല്ലാം മൊത്തം ഏകദേശം എത്ര ഇതുണ്ട്? ഒരു 10-12 കളിയുണ്ട്. 10-12 കളിയുണ്ട്. അതല്ലാതെ കൊടുക്കാം പോട്ടതുള്ളൂ. ഈ കളിയടി നിങ്ങള് കളിക്കാനായിട്ട് എവിടേക്കാ പോകുന്നത്? ഞങ്ങള് കൃത്യമായിട്ട് കളിച്ചിട്ട് പോർ പള്ളിയിൽ തന്നെ പള്ളി പെരുന്നാൾ. അപ്പൊ കല്യാണത്തിനും അതോടൊപ്പം ഈ തിരുനാള് നമ്മൾ ആദ്യമായിട്ട് കളിച്ച് പ്രാക്ടീസ് ചെയ്തപ്പം പള്ളി തിരുനാളിനാണ് നമ്മൾ കളിച്ചത്. ഏത് പള്ളി തിരുനാളാണ്? പൂവാർ ഇടവയിലെ മത്തീസിന്റെ തിരുനാളിനാണ് കളിച്ചത്. അങ്ങനെ കളിച്ച് ഞങ്ങള് മറ്റേ കരിങ്കുളം വരെ ചുറ്റി സപ്രം പോകുമ്പോ അതിലെ ചുറ്റിയാണ് നമ്മൾ കളിച്ചത്. സമയത്താണ് കളിക്കുന്നത്. അങ്ങനെ കളിച്ച് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് എസ്സിന്റെ മണ്ഡപം ഉദ്ഘാടനം അതിന് ഞങ്ങള് മന്ത്രി വന്നപ്പോ മന്ത്രി പാലത്തിന്റെ അടുത്തു നിന്നാണ് നമ്മള് മന്ത്രിയെ ഇങ്ങോട്ട് അവിടെ നിന്ന് കളിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് മണ്ഡപത്ത് കൊണ്ട്. അപ്പോ ഏത് മന്ത്രിയാ സമയത്ത് വന്നെന്ന് ഓർമ്മ?
ഓർമ്മയില്ല. അപ്പൊ മന്ത്രി എന്തെങ്കിലും നിങ്ങളെ കളിയടി കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങളെ നല്ല കളി നല്ല ഇതാണെന്ന് അപ്പോഴത്തെ മന്ത്രി നല്ല ഇതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കുമ്പോൾ തന്നെ ഈ കളി അങ്ങ് പാട്ട് പഠിക്കുമ്പോൾ ഈ കളി തന്നാലും ഓടും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ അറിഞ്ഞവർക്ക് അത്ര പേർക്കും ഈ കമ്പ് പാട്ട് പഠിക്കുമ്പോൾ ഇത് ഇന്ന കളിയാണ്, ഇന്ന് ചെവിടാണെന്ന് പറഞ്ഞ് നമുക്ക് പിടികിട്ടുള്ളൂ. നമ്മളെ തിരക്കാത്ത ഒരു സംഭവമാണ്. നമ്മള് കയ്യിൽ കമ്പെടുത്ത്, അതായത് ഇത്രയും മുള ഇരിക്കും കമ്പ്, രണ്ട് കമ്പെത്തും, അത് രണ്ട് കമ്പിലും അടിക്കുന്നത് കയ്യിലും കൊള്ളും എടുത്ത്. എന്ന് പറഞ്ഞാൽ വെട്ടിക്കിറങ്ങി വരുമ്പോ അതിന്റെ സ്പീഡ് വേറെ. എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് രണ്ട് പട്ടാള വെന്റ് കൊണ്ടുവന്നു, ചെണ്ടമേളം കൊണ്ടുവന്നു, ഞങ്ങൾ കളിച്ച് ചെണ്ടക്കാരനും ഓടി, പട്ടാള വെന്റുകാരനും ഓടി. അടുത്ത് മുസ്ലിങ്ങൾ ഞങ്ങളിവിടെ ഒന്ന് പോരാടി അറമന കൊട്ട് കളിച്ച് അവരും ലാസ്റ്റിൽ അവരും പോയി. ഞങ്ങള് അങ്ങനെ വിരട്ട് പോട്ട് കളിക്കുന്ന ഒരു കളിയാണ്. നമുക്ക് ആദ്യത്തെ കളിയായിട്ട് നമ്മൾ പൂവാർ സെൻപടത്തിലുമൊക്കെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ മധ്യസ്ഥന്റെ തിരുനാൾ. അപ്പൊ അച്ഛനൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി, ഞങ്ങൾ ആദ്യത്തെ തിരുനാൾ അതാണ്. പിന്നെ അവിടെ വെച്ച് കളിയാടി ഞങ്ങൾ ശപ്രത്തിനെ കൂടെ ഞങ്ങൾ കളിച്ചങ്ങനെ പോയപ്പോ സകല പേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോ ഈ കളിയടിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്താണ്, അതെങ്ങനെയാണ് അതൊക്കെ ഉണ്ടാക്കി? ഇങ്ങനെ ഇപ്പൊ പാട്ടിന്റെ കൂടെ എന്തെങ്കിലും കൊട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അത് ചെയ്യും. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ടിങ്ങിൽ ഇത് പിന്നെ അലങ്കാരുമ്പോ തന്നെ ചെയ്യാൻ അവരുടെ നിന്ന് വാടക വെക്കുന്നതാണ്. ചെയ്യാൻ ആരുടെ വാടക എടുക്കുന്നത്? നമ്മുടെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ അവർക്ക് തന്നെ ഇതുള്ളൂ. അവർക്ക് എന്നുവെച്ചാൽ ഭീമാളിയിൽ പോയൊക്കെ അവരൊക്കെ വാങ്ങിച്ചിട്ട് വരും. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ വെച്ചാണ് ഞങ്ങൾ കളിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ദിവസത്തിന് മുമ്പ് ഞങ്ങൾ പോയി അവിടെ 5 മണിയാകുമ്പോൾ കളിച്ച് ഒരു 6-7 മണിയാകുമ്പോൾ നിർത്തും വൈകിട്ട്. പിന്നെ കല്യാണത്തിന് നിന്ന് കല്യാണം ഇപ്പൊ ഇറങ്ങുമ്പോൾ അത് തൊട്ട് നമ്മൾ കളിച്ച് അവർ കല്യാണം തീർന്ന് വീട്ടിൽ വരുന്നവരെ അവിടെ നിന്നിട്ട് നമ്മളെല്ലാം കളിച്ചിട്ട് നേരെ വീട്ടിൽ. ഇപ്പൊ കല്യാണ തലേന്ന് എത്ര മണി, ഏത് സമയത്താ? നമ്മൾ ഇതുപോലെ വൈകുന്നേരം കളിക്കും എന്ന് വെച്ചാൽ ഇരുട്ടുന്ന സമയം. അപ്പൊ ഇനി കല്യാണ ദിവസം ഏത് സമയത്താണ് കളിക്കുന്നത്? കല്യാണ സമയം കല്യാണം 10 മണിക്കെങ്കിൽ നമ്മൾ 9 മണിക്ക് തുടങ്ങും. അപ്പൊ ഇത് കളിച്ചാണ് കല്യാണ പെണ്ണെയും മാപ്പിളയും കൊണ്ടുപോകുന്നത് പള്ളിയിലോട്ട്. ഈ ആശന്മാരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെ ആശന്മാരാണ്? ആശാപേര് മത്യാശാശൻ, റോമാസൻ, കവൽദാശൻ, പിന്നെ യോസഫാസൻ. ഇതൊക്കെ അടുത്ത് പിന്നെ അയാളെ അടുത്ത പേരെന്ന് പറഞ്ഞാൽ അയാളെ പേര് വേറൊരു പേരാണ് പറഞ്ഞാൽ അയാളൊന്നുണ്ട്. അങ്ങനെ ഒരു 5-6 പേരായിട്ട് ഞങ്ങൾക്ക് പഠിച്ചിരുന്നതാണ്. അവരിപ്പോ ആകെ ഉള്ളത് കൊടുക്കാൻ 2 പേരെ ഉണ്ടായിരുന്നു. ആ 2 പേരും പോയി. അവർ തെറ്റു വന്നാൽ ഉറ തിരുത്തി തരും. ഈ വാക്ക് ഇങ്ങനെയല്ല, ഈ വാക്ക് ഇങ്ങോട്ട് പോകണം. ഞങ്ങള് പഠിക്കാൻ പോകുമ്പോ അവർക്ക് ഇഷ്ടത്തിന് സാധനം വാങ്ങിച്ചു കൊടുക്കും. തിന്നാനുള്ളത് എല്ലാം വാങ്ങിച്ച് കിട്ടം വെച്ചു കൊടുക്കുന്നു. ഞങ്ങള് അങ്ങനെയല്ല. ഇപ്പൊ ഇവര് പറയണത് ഞങ്ങള് കൂടെ വന്നാ ഞങ്ങൾക്ക് 5 പൈസയുടെ ഫലവും വേണ്ട, ഞങ്ങൾക്ക് പോകണം, കളി നമ്മുടെ നാട്ടിന്റെ അകത്ത് വരണം എന്നുള്ള താല്പര്യമാണ് ഉണ്ടായിരുന്നത്. കളിയടി എന്ന കലാരൂപത്തിന്റെ സ്റ്റെപ്പുകൾ ആദ്യം നമ്മള് മല്ലി എന്ന് പറയുമ്പോ മുകളിലോട്ട്, പറങ്കം എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അടിക്കും. അടുത്ത ആൾ അവിടെ നിൽക്കും, നമ്മൾ ഈ കമ്പ് വെച്ച് ആ ആളിനെ അടിക്കും. മുൻകമ്പ് എന്ന് പറയുമ്പോ ഇങ്ങനെ അടിക്കും. ആച്ചൽ എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ 2 കൈ വെച്ച് അടിച്ച് ഇങ്ങനെ നമ്മള് ചെയ്യും. തായ് വിളയുമ്പോ നമ്മൾ 2 കമ്പ് 8 പേര് കളിച്ചിട്ട് വരുമ്പോ കമ്പനെ പാതിയിൽ വരുമ്പോ നമ്മൾ കമ്പനെ കറയിലിടും. ഇട്ടിട്ട് കൈ കൊണ്ടാണ് കളിക്കുന്നത്. നമ്മള് വേറെ ഇങ്ങനെ ആ ചെല്ലെടുത്ത് അടുത്ത് കറങ്ങി അടിച്ചിട്ട് പോകും. ഇതാണ് ഇതിലുള്ളത്. ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾ തടയാണ് പോകുന്നത്. ഞങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾ ആ കൈ കൊണ്ട് തടയാണ്. ഞാൻ കാലുകൊണ്ട് അടിക്കുമ്പോൾ നിങ്ങൾ ആ കാലുകൊണ്ട് തടയാണ് അല്ലേ. ഞാൻ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടുമ്പോൾ നിങ്ങൾ പരിശ്രമം തളിക്കുകയാണ് അല്ലേ. അപ്പൊ ആർക്കും ഒരു പോറലോ കീറിലോ ഒന്നും വരില്ല. പിന്നെ നമ്മള് ഓടിച്ചാടി കളിച്ച് വരുമ്പോ വേർത്ത് വെള്ളത്താല ഓടി ആള് തളർന്നു പോകും. എന്നുവെച്ചാൽ ഈ ഒരു കോട്ട പോലെ നമ്മൾ വലിക്കില്ല. നമ്മളിങ്ങനെ ഒരു കോട്ട പോലെ നിന്ന് ഇത്ര പേര് നിന്നിട്ട് ഈ 2 പേരായിട്ടാണ് ഒരു അടിച്ചിട്ട് പോകുന്നത്. അടിച്ചിട്ട് പോകുമ്പോ അങ്ങനെ കളിച്ച് വന്നപ്പോ ഭയങ്കര ഞങ്ങൾക്ക് തന്നെ കളിച്ചപ്പോ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഉന്മേഷമായിരുന്നു. ജനങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു കാണാൻ വേണ്ടി. കളിയടിയിൽ പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകൾ എത്ര പാട്ടുകളുണ്ട്? 10-25 പാട്ട് പോലെ ഉണ്ട്. അതിൽ നമുക്കിപ്പോ അറിയാവുള്ളത് 4-5 പാട്ടേ അറിയാവുള്ളൂ. നമ്മൾ കളിച്ച് വരുമ്പോ നമ്മൾ 30 വർഷത്തിന് മുമ്പേ എല്ലാം കളഞ്ഞു പോയല്ല, അത് ഓർമ്മയില്ല. ഓർമ്മ ഉള്ളത് ഇപ്പൊ നമ്മള് പഠിച്ച് വരുന്നു. അത് ചിലപ്പം അടി മറന്നു പോകും, ചിലപ്പോ വിട്ടുപോകും. അതൊക്കെ നമുക്ക് ഇപ്പം പറയാം. നമുക്ക് തലച്ച് നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾ തലച്ച് ഓർമ്മ ഇരിക്കുന്നത് കുറച്ച് 10 വർഷം 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഓർമ്മ കാണില്ല. അതുപോലെയാണ് നമ്മൾ പ്രായം കളഞ്ഞു വന്നപ്പോ നമ്മൾ അതിന്റെ ഓർമ്മ പോയി. അത് അത് തുടക്കത്തിലേ നമ്മൾ പഠിച്ച് ഞങ്ങൾക്ക് പഠിച്ചു തന്ന ആശന്മാര് അവർ പഠിച്ച് കുളിക്കാൻ പോകുമ്പോഴും നടക്കുമ്പോൾ അവർ ഈ പാട്ടാണ് പഠിച്ചു പോകുന്നത്. അതുപോലെ ഞങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും എല്ലാം ഓർമ്മയായിരിക്കും. നമ്മൾ അതോടെ മറന്ന് ആ ഒരു വാക്കോടെ
നമ്മൾ മറന്നെല്ലാം കളഞ്ഞു. കളിയുടെ പാട്ടുകൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മറ്റേ കൂടുതലും കളിയിൽ പാട്ടുള്ളത് മാതാവിനെ കുറിച്ച്, പിന്നെ നമ്മള് യേശുവിനെ കുറിച്ച്, പിന്നെ സെൻ പടുത്തലമ്മയെ കുറിച്ച് ഒരു പാട്ടുണ്ട്. ദിനം പടുത്തിലോമ്മ ദിനം പടുത്തിലോമൈ തിരശിശിത്തിനം പോറ്റിവോ, ദിനം പടുത്തിലോമൈ തിരശിശിത്തിനം പോറ്റിവോ, ഇത്തന പാടിയ നാങ്കൾ ചെയ്യും കുറ്റങ്ങളെ പൊറുത്തീരേ. കടലുമായിട്ട് ബന്ധപ്പെടുത്തിയ പാട്ടുകളും ഇതിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടുണ്ട്. അതിന്റെ കുറച്ച് വരി ഒന്ന് പാടി. അതെന്ന് വെച്ചാ അത് പറഞ്ഞ പനിമല്ലി നിറൈ കൊടി കൈയിലേന്തി മാച്ചുമ നിറൈ തുസൈ മാമൊലിയേ സുതി മലരുമതുന പാപമന്തോ തുണയന താസന തഞ്ചമണ്ടോ വാനുലകീന്താൽ താകമൊത്തം മൺമല കുള്ളി തന്നിൽ വലയെറിന്താൽ വാൽമുനി അമരിതോ തൂസയന കറുത്താപം തൂസയൻ തഞ്ചമന്തോ ഒള്ളി നിறை കതിരൊള്ളിങ്ങാടയനോ ഒള്ളി വച്ച തலை തന്നിൽ മുടി മുടിന്താ ഒള്ളി നിறை കതിരൊള്ളി മാമോണിഞ്ഞ തഞ്ചമന്തോ. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇപ്പൊ കുറച്ചേ ഒരു മാത്രമേ ഓർമ്മയുള്ളൂ, ഫുള്ളായിട്ടൊന്നും വരില്ല അല്ലേ. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ നേരത്തെ ഉള്ള ആശ ഉണ്ടായിരുന്നെങ്കിൽ അയാള് കൊണ്ടുവരുമ്പോ നമുക്ക് അതിന്റെ പറയുന്ന പോകുമ്പോ ഈ കംപ്ലീറ്റ് പാട്ടിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ നേരത്തെ ഉള്ള ആശ ഉണ്ടായിരുന്നെങ്കിൽ അയാള് കൊണ്ടുവരുമ്പോ നമുക്ക് അതിന്റെ പറയുന്ന പോകുമ്പോ ഈ കംപ്ലീറ്റ് പാട്ടിൽ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങള് പാടിപ്പെടുമ്പോ ഒരു 10, 12, 14 പാട്ട് 15 പാട്ടുമല്ലേ കൊണ്ടുവരും. ഇതിന്റെ കൂടെ അവരൊരു 8 പേര് നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഒരു 4-5 എണ്ണം നിൽക്കണം ഈ പാട്ടിന്, എന്നാലേ കളിക്കാനും. ഒരാളെ കൊണ്ട് ഇത് പാട്ടും പഠിച്ച് കളിക്കാനായിട്ട് ഒക്കൂല. പിൻവാങ്ങാനായിട്ട് എപ്പോഴും ആള് വേണം നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ. ഇപ്പൊ കടലിൽ പോയാൽ തന്നെ ഒരു പിൻവാങ്ങി ഒരാൾ വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഒത്തയ്ക്ക് കിടക്കുമ്പോ നമ്മൾ പലതും നനച്ച് കിടക്കും അതിലെ. അപ്പൊ ഇതിനൊക്കെ തന്നെ എല്ലായിടത്തും പിൻകാമ്പിക്ക് എപ്പോഴും ആള്. അപ്പൊ കടലും ഈ കളിയുടെയും പാട്ടുമായിട്ട് ഒത്തിരി ഇതൊക്കെ ഉണ്ടല്ലേ ബന്ധമുണ്ട്. ഇപ്പൊ ചില പാട്ടുകൾക്ക് ഓടുതള കുല്ലാത്തോണി അതിലൊക്കെ കടലിനെ പറ്റി പറ്റി. അല്ലാതെ വേറെ ഇതുണ്ട്, ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞാ അത് ഞാനിപ്പോ ഇടയിൽ വെച്ചാണ് പഠിക്കണത്. നടുക്കടലിലെ വല വീശി അന്ത നാഗര മീനെല്ലാം ശേഖരിച്ച് നായത്ത് കിളമച്ച് പൂസച്ച് പോകുമ്പോ നായത്തെ കേളുങ്കോ തേവമാതാ പച്ചമരത്തിലെ തൊട്ടി കെട്ടിച്ചിറ് പാലന പോട്ട് താരാട്ടി പച്ചമരമെല്ലാം പട്ട് മണക്കുത് പട്ടം കെട്ടാടുങ്കോ തേവമാതാ. അപ്പൊ ഇത് പാട്ടൊക്കെ എല്ലാം ഉണ്ട്, നമ്മളില്ലെന്ന് പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ ചില ആര് വരൂല്ല പാട്ടുകൾ വരെ എല്ലാം പോയി നമ്മൾ അതിനൊക്കെ. അത് ഏതെങ്കിലും ഒരു സീനിൽ വരുമ്പോ കുത്തുവിളത്തുള്ള പാട്ടേ വരുള്ളൂ, മൊത്തമായിട്ട് പാടാൻ പറഞ്ഞതാ. പാട്ടെല്ലാം മറന്നുപോയി. കാര്യം വിദ്യാഭ്യാസം ഉള്ളതെങ്കിൽ അവര് എഴുതി വെക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ അരങ്ങേറ്റമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പുതുതായിട്ട് ഒരാള് വരാണെങ്കിൽ അവരെങ്ങനെയാ അരങ്ങേറ്റം എന്ന് പറയുക? പുതിയതായിട്ട് വേണം ആൾക്ക് എല്ലാരും കൊണ്ടുപോയി ഇടയിൽ നിർത്തി അവരെ പഠിപ്പിച്ചു കൊടുക്കും. അത് ഞങ്ങൾ ഒരു സെറ്റ് മേടിച്ച് അതിനുശേഷം പിന്നെ ഒരു സെറ്റ് പഠിപ്പിച്ച് പിന്നെ ഒരു സെറ്റ് പഠിപ്പിച്ച് പിന്നെ ഒരു സെറ്റ് പഠിച്ചു, അങ്ങനെ 4 സെറ്റ് മേടിച്ച്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കളിയുടെ കളിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും മോശമായിട്ടൊക്കെ നിങ്ങൾ അവിടെ ആഹാരം കഴിക്കാൻ പോകുന്ന രീതിയിലൊക്കെ അവര് ചിലവും പറയണത് ചോത്തിക്കളി എന്ന് പറയും. ചോത്തിക്കളി എന്താണ് അവര് പറയണത്? ഞങ്ങൾ ചോറടിക്കാൻ പോവില്ല. ഞങ്ങൾ പൂന്തോറ പോയി കല്യാണം ഒരു ദിവസം മുമ്പ് പോയി കളിച്ച് ഞങ്ങള് എല്ലാം റെസ്റ്റ് பண்ணி കുറച്ചു പേര് ഒരിടത്തുണ്ടായിരുന്നു, കുറച്ചു പേര് ഇവിടെ. ഞങ്ങള് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മളെ വാടി നമ്മളിരുന്ന് ഉറങ്ങി. നേരെ വെളുത്ത് 9 മണിയാകുമ്പോൾ കാപ്പിയെല്ലാം കുടിച്ചിട്ട് കളിക്കാൻ വിളിച്ചു. അവിടെ 2 കളി പോയിട്ട് അത് കെട്ട് കാണാൻ വിളിച്ചപ്പുറം കളിക്കാനായിട്ട് പിന്നെ അവര് മാപ്പിള വീട്ടുകാരുണ്ടല്ലേ, അപ്പൊ ആ കളി തുടങ്ങി അങ്ങോട്ട് പോയി. അതിൽ തന്നെ വള്ളോളി, അതിൽ തന്നെ പരുത്തൂരി, അതുപോലെ നമ്മളെ കാളനി, ഇതൊക്കെ എല്ലായിടത്തും ഞങ്ങൾ കളിച്ച്. നമ്മള് വേർത്ത് വെള്ളത്താല ഓടി നമ്മൾ തളർന്ന് രാഗെല്ലാം കഴുകിയിട്ട് അവിടെ അപ്പം നിങ്ങളെ മോക്കൊരു കല്യാണം വന്നു. അപ്പൊ ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങൾ വന്നു. അപ്പൊ നിങ്ങള് കാപ്പൊടിക്കാൻ വിളിച്ച് ഞങ്ങൾ വരണ്ടേ. അപ്പൊ അതിനെ കുറിച്ച് ഒരു കുറയില്ലെന്ന ഒരാൾക്കാരെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ രക്തം ചിന്തി നമ്മളിങ്ങനെ പിന്നെ കളിച്ചിട്ടും കൂടെ നമ്മളെ അവർ കുറയില്ല. അപ്പൊ നമുക്കത് പിന്നെ അവിടെ ഈ കല്യാണത്തിന് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ വിട്ടത്. പടത്തോളമിക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ കളിച്ചതാണ്. കാരണം ഞങ്ങൾ പണം വാങ്ങിച്ച് കളിച്ചതില്ല, ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കളിച്ചു കൊടുക്കണത്. അതോടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ കുറച്ചു പേരൊന്ന് പറഞ്ഞു ഇത് പിന്നെ ഞങ്ങളെ ഉത്സവത്തിന് കളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തി. അതിനുശേഷം ആരും മുമ്പോട്ട് വരുന്നില്ല. ഇങ്ങനെ പള്ളിയിൽ നിന്നാണോ പറഞ്ഞത്? ഇനി കമ്മിറ്റിക്കാരനും കുറച്ചുപേരൊക്കെ ചേർന്ന് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഈ സപ്പറം കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ കളിയായിട്ട് നോക്കാനായിട്ട് ആള് വരുന്നുണ്ട്, അതുകൊണ്ട്
അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അത്രയും ഇതില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ പിൻവലിച്ച് അങ്ങോട്ട് അത് കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. കളിയടി ഇപ്പൊ നഷ്ടമായി പോയല്ലോ, അതിനെ ഓർത്ത് എന്തെങ്കിലും സങ്കടമുണ്ടോ? നമുക്ക് ഇങ്ങനെ വിട്ടുപോയത് കൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിൽ പ്രയാസം ഉണ്ടാവും, എപ്പോഴും ആർക്കായിരുന്നാലും ഉണ്ടാവും. നമ്മളിപ്പം ഒരു 2-3 വർഷം കൊണ്ട് കളിച്ച് പഠിപ്പിച്ച് ഇത്രയും പാട്ടുകൾ ഇത്രയും അടികൾ പഠിച്ച് വരുമ്പം നമുക്ക് ഭയങ്കര ഇപ്പം അത് പ്രയാസമാണ്.